കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിലെ പവിത്രേശ്വരം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മായങ്കോട്ട് മലഞ്ചെരുവ് മലനട ക്ഷേത്രമാണ് ഇന്ത്യയിലെ തന്നെ ഏക ശകുനി ക്ഷേത്രം. ഇവിടെ ശകുനിയെ ദൈവമായി ആരാധിക്കുന്നു. ശകുനി മഹാഭാരതത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. ഗാന്ധാര രാജ്യത്തിന്റെ രാജകുമാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ സഹോദരി ഗാന്ധാരിയാണ് ധൃതരാഷ്ട്രന്റെ ഭാര്യ. അങ്ങനെ ശകുനി കൗരവരുടെ മാതൃവ്യനായിരുന്നു. ശകുനിയുടെ ജീവിതം ദുരന്തപൂർണമായിരുന്നു. കുരുക്കളുടെ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ പിതാവ് കൊല്ലപ്പെട്ടു. തന്റെ പിതാവിന്റെ മരണത്തിന് പ്രതികാരം ചെയ്യാനുള്ള ആഗ്രഹമാണ് ശകുനിയെ കൗരവരെ ഭരിക്കാൻ പ്രേരിപ്പിച്ചത്. ശകുനി ഒരു മികച്ച തന്ത്രജ്ഞനും കുതന്ത്രക്കാരനുമായിരുന്നു. അദ്ദേഹം കൗരവരെ പാണ്ഡവരുടെ നേരെ തിരിയാൻ പ്രേരിപ്പിച്ചു. അദ്ദേഹം കൗരവരെ പാണ്ഡവരുടെ ഭൂമി കവർന്നെടുക്കാൻ പ്രേരിപ്പിച്ചു. അദ്ദേഹം പാണ്ഡവരെ വഞ്ചിക്കാനും അവരുടെ നാശത്തിന് കാരണമാകാനും പല തന്ത്രങ്ങളും പ്രയോഗിച്ചു. ശകുനി മഹാഭാരതത്തിലെ ഒരു പ്രധാന വില്ലനായാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ചിലർ അദ്ദേഹത്തെ ഒരു കുടുംബത്തിന്റെ പ്രതികാരത്തിനായി പോരാടിയ ഒരു ദുഃഖിതനായ വ്യക്തിയായി കാണുന്നു. മറ്റുള്ളവർ അദ്ദേഹത്തെ മഹാഭാരത യുദ്ധത്തിന് കാരണമായ ഒരു തിന്മയായി കാണുന്നു. ശകുനി മഹാഭാരതത്തിലെ ഒരു സങ്കീർണവും രസകരവുമായ കഥാപാത്രമാണ്. കൊടിയേറ്റ് ദിവസമായ ഫെബ്രുവരി 2 ഞായർ നാളെ മലദേവ വിശ്വാസികളായ പൗത്രേശ്വരം വടക്കേക്കര പായിക്കോട് ഇവിടെ ശകുനിയെ ദൈവമായി ആരാധിക്കുന്നു. ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങളിലൊന്നാണ് കൊടികെട്ട്. കൊടികെട്ട് എന്നത് മലനട ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ്. ഉത്സവത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ കൊടി ഉയർത്തുന്ന ചടങ്ങാണിത്. പ്രധാന പ്രത്യേകതകൾ: കൊടിമരം. ഉയരമുള്ള ഒരു കൊടിമരത്തിൽ പ്രത്യേക തരത്തിലുള്ള കൊടി പതാക കെട്ടുന്നു. ചടങ്ങ് പുരോഹിതനും മറ്റ് ക്ഷേത്ര അധികാരികളും ചേർന്ന് മന്ത്രോച്ചാരണങ്ങളോടെ കൊടി ഉയർത്തും.
ആലോചിക്കുന്നതാണ്. ഇന്നേ ദിവസം ഇപ്പോൾ ഉണ്ണിയപ്പത്തിന്റെ വിതരണം ആരംഭിക്കുകയാണ്. മഹാദേവ സന്നിധിയിൽ ഉണ്ണിയപ്പത്തിന്റെ വിതരണം ആരംഭിക്കുകയാണ്. കേരളത്തിലെ വിചിത്രമായ ശകുനി ക്ഷേത്രം ആരാധനയിലെ ഒരു വൈരുദ്ധ്യം. കേരളത്തിന്റെ ഹൃദയഭാഗത്ത് പച്ചപ്പ് നിറഞ്ഞ പ്രകൃതിക്കും ശാന്തമായ ഭൂപ്രകൃതികൾക്കും നടുവിൽ ഒരു അസാധാരണ ദേവതയ്ക്കായി സമർപ്പിക്കപ്പെട്ട ഒരു ക്ഷേത്രം നിലകൊള്ളുന്നു. മഹാഭാരതത്തിലെ പ്രധാന കഥാപാത്രമായ ശകുനിക്ക് പ്രതിഷ്ഠ നൽകിയിരിക്കുന്ന കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്കടുത്തുള്ള പവിത്രേശ്വരത്ത് സ്ഥിതി ചെയ്യുന്ന മയ്യങ്കോട്ട് മലഞ്ചാരുവ് മലനട ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രം ഒരു പ്രത്യേക വൈരുദ്ധ്യം തന്നെയാണ്. ആരാധനയുടെ പരമ്പരാഗത രീതികളെ ചോദ്യം ചെയ്യുകയും ഇന്ത്യയിലെ വിശ്വാസങ്ങളുടെ വൈവിധ്യപൂർണമായ ചിത്രത്തിലേക്ക് ഒരു ആകർഷകമായ കാഴ്ച നൽകുകയും ചെയ്യുന്നു. ഒരു ദുഷ്ടനോ അതോ ഇരയോ? ശകുനിയുടെ രഹസ്യം അനാവരണം ചെയ്യുന്നു. ഗാന്ധാര രാജകുമാരനായ ശകുനി മഹാഭാരതത്തിൽ പലപ്പോഴും പ്രതിനായകനായാണ് ചിത്രീകരിക്കപ്പെടുന്നത്. പാണ്ഡവരുടെ പതനത്തിനും വിനാശകരമായ യുദ്ധത്തിനും കാരണമായത് അദ്ദേഹത്തിന്റെ തന്ത്രപരമായ പദ്ധതികളും ചൂതാട്ടവുമാണ്. എന്നിരുന്നാലും ചില വ്യാഖ്യാനങ്ങൾ ശകുനിയുടെ കൂടുതൽ സൂക്ഷ്മമായ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നു. സഹോദരി ഗാന്ധാരിയെ അന്ധനായ ധൃതരാഷ്ട്രരെ വിവാഹം കഴിപ്പിച്ചതിലുള്ള അപമാനത്തിന് പ്രതികാരം ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെട്ട സാഹചര്യങ്ങളുടെ ഇരയായാണ് അദ്ദേഹത്തെ ചിത്രീകരിക്കുന്നത്. ഏത് വ്യാഖ്യാനമായാലും ശകുനിയുടെ കഥാപാത്രം സങ്കീർണവും രസകരവുമാണ്. അദ്ദേഹത്തിന് സമർപ്പിക്കപ്പെട്ട ഒരു ക്ഷേത്രത്തിന്റെ അസ്തിത്വം നല്ലതും ചീത്തയും തമ്മിലുള്ള സ്വഭാവത്തെക്കുറിച്ചും ആളുകൾ ചരിത്രപരവും പുരാണവുമായ വ്യക്തികളെ എങ്ങനെ മനസ്സിലാക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു എന്നതിനെക്കുറിച്ചും ചോദ്യങ്ങളുയർത്തുന്നു. ക്ഷേത്രത്തിന്റെ ഐതിഹ്യം. വീണ്ടെടുപ്പിനായുള്ള ഒരു തപസ്. മയ്യങ്കോട്ട് മലഞ്ചാരുവ് മലനട ക്ഷേത്രത്തിന്റെ ഐതിഹ്യം അതിന്റെ ദേവതയെപ്പോലെ തന്നെ അദ്വിതീയമാണ്. മഹാഭാരത യുദ്ധത്തിനുശേഷം കുറ്റബോധവും പശ്ചാത്താപവും നിറഞ്ഞ ശകുനി തന്റെ പ്രവൃത്തികൾക്ക് പ്രായശ്ചിത്തം തേടി എന്നാണ് വിശ്വാസം. അദ്ദേഹം കേരളത്തിലെ ഈ വിജനമായ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയും ശിവഭഗവാനെ പ്രീതിപ്പെടുത്താൻ തീവ്രമായ തപസ്സനുഷ്ഠിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഭക്തിയിൽ മതിപ്പുതോന്നിയ ശിവഭഗവാൻ അദ്ദേഹത്തിന് മോക്ഷം, ജനനമരണചക്രത്തിൽ നിന്നുള്ള മോചനം നൽകി. പൂർണ്ണമായി അംഗീകരിക്കണം. ഉടൻ തന്നെ മലയാള സന്നിധിയിൽ മാജിക് ഷോ ആരംഭിക്കുന്നതാണ്. മാജിക് ഷോ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. രാജ്യസേവനം ചെയ്ത സൈനിക മാന്ത്രികൻ മനൂർ രാജേഷ് നയിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ഡ്രാമാസ്കോപ്പിക് മാജിക് ഷോ ഇലൂഷൻ മാനിയ 2.0 ഉടനെ ആരംഭിക്കുന്നതാണ്. ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം പാണ്ഡവരുമായും കൗരവരുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. വനവാസക്കാലത്ത് പാണ്ഡവർ ഈ പ്രദേശത്ത് അഭയം തേടിയതായി പറയപ്പെടുന്നു. കൗരവർ അവരുടെ ബന്ധുക്കളെ അന്വേഷിച്ച് അതേ സ്ഥലത്ത് എത്തിച്ചേർന്നു. ഇത് ഒരു പ്രധാന സംഭവത്തിലേക്ക് നയിച്ചു. അവിടെ കൗരവർ ഈ സ്ഥലത്ത് അവരുടെ ആയുധങ്ങൾ പരസ്പരം പങ്കിട്ടു. ഈ ചരിത്രപരമായ സംഭവം സ്ഥലത്തിന് പാകുടേശ്വരം എന്ന ആദ്യത്തെ പേര് നൽകി. അത് പിന്നീട് പവിത്രേശ്വരമായി പരിണമിച്ചു. മറ്റൊരു ക്ഷേത്രം പോലെ അതുല്യമായ ആചാരങ്ങളും വഴിപാടുകളും മയ്യങ്കോട്ട് മലഞ്ചാരുവ് മലനട ക്ഷേത്രം അതിന്റെ പ്രത്യേക ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മറ്റ് ഹിന്ദുക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. സങ്കീർണമായ പൂജകളും ചടങ്ങുകളും നടക്കുന്ന പരമ്പരാഗത ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ക്ഷേത്രം ലളിതമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. ആചാരങ്ങൾ നടത്താൻ പൂജാരിമാരില്ല. ഭക്തർ അവരുടെ പ്രാർത്ഥനകൾ നേരിട്ട് ദേവന് സമർപ്പിക്കുന്നു. ഈ ക്ഷേത്രത്തിലെ വഴിപാടുകളും അൺകൺവെൻഷനലാണ്. പൂക്കൾ, പഴങ്ങൾ, മധുരപലഹാരങ്ങൾ എന്നിവയ്ക്കു പകരം ഭക്തർ ശകുനിക്ക് കള്ള്, പനങ്കള്ള്, പട്ടുവസ്ത്രങ്ങൾ, ഇളനീർ എന്നിവ വഴിപാടായി നൽകുന്നു. ഈ വഴിപാടുകൾ ദേവനെ പ്രീതിപ്പെടുത്തുകയും ഭക്തരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ പ്രാധാന്യം. നല്ലതിനും തിന്മയ്ക്കുമപ്പുറം മയ്യങ്കോട്ട് മലഞ്ചാരുവ് മലനട ക്ഷേത്രം ശകുനിയുടെ ആരാധനയ്ക്കുള്ള ഒരിടം മാത്രമല്ല, ഇത് സ്വീകാര്യതയുടെയും ക്ഷമയുടെയും പ്രതീകമാണ്. തെറ്റായ പ്രവൃത്തികൾ ചെയ്തവർക്കുപോലും ആത്മാർത്ഥമായ പശ്ചാത്താപത്തിലൂടെയും ഭക്തിയിലൂടെയും വീണ്ടെടുപ്പ് കണ്ടെത്താനാകും എന്ന ആശയം ഇതെടുത്തു കാണിക്കുന്നു. ചരിത്രത്തെയും പുരാണത്തെയും വിവിധ രീതികളിൽ വ്യാഖ്യാനിക്കാൻ കഴിയുമെന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ക്ഷേത്രം. പലപ്പോഴും വില്ലനായി കാണുന്ന ശകുനി ഇവിടെ മോക്ഷം നേടിയ ഭക്തനായി ആരാധിക്കപ്പെടുന്നു. ഇത് നല്ലതും ചീത്തയും എന്ന പരമ്പരാഗത ചിന്തകളെ ചോദ്യം ചെയ്യുകയും സങ്കീർണമായ കഥാപാത്രങ്ങളെയും അവരുടെ പ്രചോദനങ്ങളെയും കുറിച്ച് ആഴത്തിലുള്ള ധാരണയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ക്ഷേത്രം സന്ദർശിക്കുന്നു,
പാരമ്പര്യേതര യാത്ര മയ്യങ്കോട്ട് മലഞ്ചാരുവ് മലനട ക്ഷേത്രം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്കടുത്തുള്ള പവിത്രേശ്വരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ജാതി, മതം, വർഗം എന്നിവ പരിഗണിക്കാതെ എല്ലാ സന്ദർശകർക്കും ക്ഷേത്രം തുറന്നിരിക്കുന്നു. വർഷം തോറും നടക്കുന്ന ഉത്സവമാണ് ക്ഷേത്രം സന്ദർശിക്കാൻ ഏറ്റവും നല്ല സമയം. വലിയ ആവേശത്തോടെയാണ് ഉത്സവം ആഘോഷിക്കുന്നത്. ശകുനിയെ ആദരിക്കാനും അതുല്യമായ ആചാരങ്ങളും വഴിപാടുകളും കാണാനും ദൂരദിക്കുകളിൽ നിന്നുപോലും ഭക്തർ ഉത്സവത്തിനെത്തുന്നു. ഒരു സാംസ്കാരിക ലാൻഡ്മാർക്ക്, അതുല്യമായ ഒരു പൈതൃകം സംരക്ഷിക്കുന്നു മയ്യങ്കോട്ട് മലഞ്ചാരുവ്. മലനട ക്ഷേത്രം ഒരു മതപരമായ സ്ഥലം മാത്രമല്ല, കേരളത്തിന്റെ ചരിത്രത്തിന്റെയും പൈതൃകത്തിന്റെയും അതുല്യമായ ഒരു ഭാഗം സംരക്ഷിക്കുന്ന ഒരു സാംസ്കാരിക ലാൻഡ്മാർക്ക് കൂടിയാണ് ഇത്. ക്ഷേത്രത്തിന്റെ അസ്തിത്വം സംസ്ഥാനത്തിന്റെ സഹിഷ്ണുതയെയും വൈവിധ്യമാർന്ന വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അംഗീകരിക്കുന്നതിനെ പ്രതിഫലിപ്പിക്കുന്നു. ക്ഷേത്രം പ്രാദേശിക ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഒരു പങ്കുവഹിക്കുന്നു. അതിന്റെ ചരിത്രത്തെക്കുറിച്ചും പാരമ്പര്യേതര ദേവനെക്കുറിച്ചും അറിയാൻ ആകാംക്ഷയുള്ള സന്ദർശകർ ഈ അദ്വിതീയ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഇത് പ്രാദേശിക സമ്പദ്വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകുകയും ഭാവി തലമുറകൾക്കായി ക്ഷേത്രം സംരക്ഷിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. വൈവിധ്യത്തിന്റെയും സ്വീകാര്യതയുടെയും ഒരു സാക്ഷ്യം ശകുനിക്ക് സമർപ്പിക്കപ്പെട്ട മയ്യങ്കോട്ട് മലഞ്ചാരുവ് മലനട ക്ഷേത്രം ഇന്ത്യൻ സംസ്കാരത്തെ ക്യാരക്ടറൈസ് ചെയ്യുന്ന വൈവിധ്യത്തിന്റെയും സ്വീകാര്യതയുടെയും ഒരു സാക്ഷ്യമാണ്. ഇത് ആരാധനയുടെ പരമ്പരാഗത ചിന്തകളെ ചോദ്യം ചെയ്യുകയും പുരാണത്തിലെ ഒരു സങ്കീർണമായ കഥാപാത്രത്തെക്കുറിച്ച് ഒരു അദ്വിതീയ കാഴ്ചപ്പാട് നൽകുകയും ചെയ്യുന്നു. ഈ ക്ഷേത്രം വീണ്ടെടുപ്പിന്റെയും ക്ഷമയുടെയും പ്രതീകമായി നിലകൊള്ളുന്നു. കൂടാതെ എല്ലാ കഥയ്ക്കും ഒന്നിലധികം വശങ്ങളുണ്ട് എന്നതിന്റെ മനസ്സിലാക്കലിന്റെയും പ്രതീകമാണ്. നല്ലതും ചീത്തയും തമ്മിലുള്ള വരകൾ മങ്ങുകയും ഭക്തി ഒരു അദ്വിതീയ രൂപം കൈക്കൊള്ളുകയും ചെയ്യുന്ന ഒരിടമാണിത്. ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് ഒരു മതപരമായ അനുഭവം മാത്രമല്ല, ഇത് പാരമ്പര്യേതര യാത്രയിലേക്കുള്ള ഒരു യാത്രയാണ്.